ഒരു പക്ഷേ താഴത്തുള്ളത് പോലെയുള്ള ഒരു ഇമ്പാക്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അപ്പോൾ ഈ പറഞ്ഞ വാഹനം അതൊരു പക്ഷേ അർജുൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾക്ക് വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചിരുന്ന ആ ഒരു ടാങ്കർ ലോറിയുടേതായിരിക്കും. എന്തായാലും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വാഹനങ്ങളിൽ പ്രധാനമായ ഏതോ ഒരു വാഹനം കരയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ തിരിച്ച് വീണ്ടെടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൊളുത്തി അതെ, വീണ്ടും ഇപ്പോൾ നമ്മൾക്ക് ആ ക്രെയിനിന്റെ ആ ഒരു അതെ നമ്മൾ കണ്ട ഈശ്വർ മാൽപ്പയെ കൊണ്ടുപോയ കുരുക്ക് അതാ പൊങ്ങി വരുന്നത്, ടയറാണ് പൊങ്ങി വരുന്നത്, ടയർ. അതെ, ഇപ്പോൾ വാഹനത്തിന്റെ ഒരു ടയർ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അത്ര വലിയൊരു വാഹനത്തിന്റെ അതൊരു പക്ഷേ ട്രക്കിന്റേതാവാം, അല്ലെങ്കിൽ ഒരു ടാങ്കർ ലോറിയുടേതാവാം, എന്തോ മറ്റൊരു വാഹനത്തിന്റെ ഒരു ഭാഗം കൂടി വരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ടയർ മാത്രമല്ല, രണ്ട് ടയർ. കാരണം അതിന്റെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു നടുക്കുള്ള ആ ഒരു ബാറടക്കം, ആ ഒരു തണ്ടടക്കമുള്ള ഭാഗം കൃത്യമായിട്ട് കിട്ടുന്നു എന്നുള്ളൊരു സംഭവം, ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടെ നടത്തിയിട്ടുള്ള തെരച്ചിലിനിടയിൽ കിട്ടിയ ഏറ്റവും പ്രധാന മനാഫിന് മാത്രമേ പറയാനുള്ളൂ. മനാഫ്, അതെ, വാഹന ഉടമയായ മനാഫ് ഇവിടെ തൊട്ടരികിൽ തന്നെയുണ്ട്. അപ്പൊ മനാഫും അതുപോലെ തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട വിദഗ്ധർക്കൊക്കെ തന്നെ ഇതിൽ കൃത്യമായ അഭിപ്രായം പറയാൻ സാധിച്ചേക്കും. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ ഇനി വരുത്തേണ്ടതുണ്ട്. അതിൽ ഇനി മനാഫിന് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക. അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട അത് വിദഗ്ധർക്കൊക്കെ തന്നെ പറയാൻ കഴിയും. പക്ഷെ ഇതുവരെ ഇവിടെ നടത്തിയ അതെ അടുത്ത പോയിന്റിലേക്ക് അവർ നീങ്ങുകയാണ്. ഈശ്വർ മാൽപ്പെ അടുത്ത പോയിന്റിലേക്ക് നീങ്ങുന്നു എന്ന ഒരു കാര്യം കൂടി കാണാം. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ ഈശ്വർ മാൽപ്പെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ വാഹനത്തിന്റെ ഭാഗങ്ങൾ പോലും ഒരു പക്ഷേ നമുക്കറിയാം വേലിയിറക്ക സമയത്തും വേലിയേറ്റ സമയത്തൊക്കെ തന്നെ ഉപ്പുവെള്ളത്തിന് കൂടി സമീപം പുഴയിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും വാഹനത്തിൽ കൂടുതൽ റെസ്റ്റ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വാഹനത്തിന്റെ ടയറുകൾ ഇപ്പോൾ ഡിഅസംബിളായി വിവിധ ചെറിയ രീതിയിലുള്ള കഷ്ണങ്ങളായി മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇപ്പോൾ രണ്ട് ടയറുകൾ അടങ്ങുന്ന ഒരു ബാറടക്കമുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇനിയിപ്പോൾ നേരത്തെ ഈശ്വർ മാൽപ്പെ മാർക്ക് ചെയ്ത് രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ അവിടെ SDRF സംഘാംഗങ്ങളെ കാണാം. ഈശ്വർ മാൽപ്പെ അവരുടെ അടുത്തേക്ക് എത്തി അവരോട് സംസാരിക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഡ്രഡ്ജർ ഇപ്പുറത്തെ ഒരു വശത്തേക്ക് കുറച്ച് ഇങ്ങോട്ട് നീങ്ങി ആ രണ്ടാമത്തെ ഭാഗത്ത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സെർച്ച് നടത്താനുള്ള സാധ്യത. അത് ചെറിയൊരു വാഹനത്തിന്റേതാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇത് ബെൻസ് ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടി വരും. അത് മനാഫിന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ, അല്ലെ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ഇത് ടാങ്കർ ലോറിയാണോ അതോ ബെൻസിന്റേതാണോ എന്ന്. അതെ, എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിപ്പോൾ കരയിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും വാഹന ഉടമയായിട്ടുള്ള സാധാരണ ഇവിടെ നിന്ന് ഇത്തരത്തിൽ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അത് കരയിലേക്ക് എത്തിച്ച ഉടനെ തന്നെ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള മനാഫിനെ അവിടെ എത്തിച്ച് അദ്ദേഹത്തിനോട് ഇതിൽ നിന്നൊരു വെരിഫിക്കേഷൻ വാങ്ങുക എന്നതാണ്. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സ്ഥിരീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും അവിടെ ഈ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് അതിന് താഴെ ആണ് വാഹനത്തിന്റെ ക്യാബിനുള്ളത്, അതിന് താഴെയാണ് അർജുനുള്ളത് എന്ന കാര്യം. ഇപ്പോൾ എന്തായാലും അതൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന് ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം മതി. എന്തായാലും 2 മാസം നീണ്ടുന്ന വളരെ അത്യപൂർവമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു തിരച്ചിൽ ദൗത്യത്തിന് ഇപ്പോൾ നിർണായകമായ ഒരു ഏടെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതിനു മുൻപൊക്കെ തന്നെ ചെറിയ തോതിലുള്ള വാഹന ഭാഗങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്ര പ്രധാനമായിട്ടുള്ള വാഹനത്തിനൊരു മേജർ പാർട്ട് കിട്ടുന്നത് ആദ്യമായാണ്. ഇപ്പോൾ ആ കരയിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ ആ ഒരു ടയർ. ഇനി ഈ വാഹന ഉടമയായിട്ടുള്ള മനാഫ് അത് കാണാനായി പോകും. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വാഹനാവശേഷം കണ്ടെത്തിയ സ്ഥലത്തേക്ക് മാൽപ്പെ എത്തുകയാണ്. അവിടെ നേരത്തെ ചെയ്ത ആ ഒരു പ്രോസസ്സിന്റെ ഒരു ആവർത്തനം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ ഒരു കയറ് എടുക്കുന്നു, കയറ് അനക്കി മൂവ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ ഡ്രഡ്ജറിലുള്ള ടീമിനോട് ഒരു ആശയവിനിമയം നടത്തുന്നതായിരിക്കാം. ഡ്രഡ്ജറിന്റെ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്ന ആളുകളായി ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ആശയവിനിമയം നടത്തിയതായിരിക്കാം. ഇനിയിപ്പോ ഡ്രഡ്ജർ പതിയെ ഇങ്ങോട്ടേക്ക് നീങ്ങി വരാനുള്ള സാധ്യതയാണ്. ഇനിയിപ്പോ ഇങ്ങോട്ട് നീക്കാനായിട്ടാണ് രണ്ടാമത്തെ പോയിന്റാണ് ഇവിടെ അടുത്ത് ഈശ്വർ മാൽപ്പെ കണ്ടെത്തി. അത് കയറാണ് അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ. അവിടെ
ആദ്യ സ്പോട്ടിൽ കിട്ടിയത് ടയറാണെങ്കിൽ രണ്ടാമത്തെ സ്പോട്ടിന് അദ്ദേഹം പറയുന്നത് ചെറിയ എന്തൊരു വാഹനത്തിന്റെ ഒരു ഭാഗമാണെന്നാണ്. കാരണം ഇവിടെ ഒരു ദാബ പ്രവർത്തിച്ചു വന്നിരുന്നു. അപ്പോൾ ആ ഒരു ദാബയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളായിരിക്കുമോ, ഒട്ടേറെ വാഹനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ പലതരത്തിൽ ആളുകൾ ഇവിടെ വന്ന് പരാതിപ്പെടുന്ന അവസ്ഥയൊക്കെ തന്നെ നമുക്ക് ഇതിനു മുൻപ് നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ആരെയോ ഒരു വാഹനമായിരിക്കാം. ഇപ്പൊ മനാഫ് അങ്ങോട്ട് പോകുന്നുണ്ട്. ദൃശ്യങ്ങളിൽ മനാഫ് കണ്ടെത്തിയ ടയറും അതുപോലെ വാഹനാവശേഷങ്ങളും പരിശോധിക്കാനായിട്ട് മനാഫ് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം അല്പസമയത്തിനുള്ളിൽ തന്നെ അതിനൊരു സ്ഥിരീകരണമാവും. അതൊരു പക്ഷേ അർജുൻ സഞ്ചരിച്ച വാഹനത്തിന്റേതാണോ അല്ലെങ്കിൽ ടാങ്കറിന്റേതാണോ, ഇനി ഏത് വാഹനത്തിന്റേതാണെങ്കിലും ഇത് പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. കാരണം നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ഇവിടെ നിന്ന് ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള ദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങൾ നമ്മൾ വീണ്ടെടുത്ത് കൊണ്ടുവരികയാണ്. ഇനി ഒരു പക്ഷേ ഇവിടെ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയ 3 പേരുണ്ട്. അർജുൻ, ലോകേഷ്, അതുപോലെ തന്നെ ജഗന്നാഥ്. ഈ 3 പേരുടെയും ഭൗതിക സരംഗ് മനാഫുമായി ഇത് ബന്ധപ്പെടുക, കാരണം അദ്ദേഹത്തിന് മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇതിപ്പോ മനാഫ് അവിടെ വന്ന് ആ ലോഹാവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പം മറുവശത്ത് ഈശ്വർ മാൽപേ രണ്ടാമത് കണ്ടെത്തിയ